മന്ത്രിസഭയുടെ ഒന്നാം പിറന്നാളിന് മണിയാശാന്റെ മുഖചിത്രമുള്ള കേക്ക് മുറിച്ച് ദുഃഖാചരണം നടത്തേണ്ടി വരുമല്ലോ എൻ്റെ മതമില്ലാത്ത കുരിശ് കയ്യേറ്റക്കാരെ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇതാ വിളിക്കാത്ത വാർഷിക സദ്യയ്ക്ക് വിരുന്നുകാരനായി സുപ്രീം കോടതിയുടെ സ്പെഷ്യൽ ഉത്തരവുമായി പിണറായി വിജയൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നു ടി.പി. സെൻകുമാർ. വെറും കൈയുമായിട്ടല്ല, ആ DGP പദവി ഇങ്ങോട്ട് മടക്കി തന്നേക്കൂ എന്ന ഉത്തരവുമായിട്ടാണ് വരവ്. ആറ് വർഷത്തെ ഇടവേള കഴിഞ്ഞ് വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. നീ പോടാ മോനെ ദിനേശ. എൻ്റെ കാര്യത്തിന് വേണ്ടിയല്ല, എൻ്റെ വ്യക്തിപരമായിട്ടൊരു കാര്യത്തിന് വേണ്ടിയല്ല. കാരണം ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലുള്ള വിവിധ സംസ്ഥാനങ്ങളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതുമൂലം പ്രയോജനം ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം തീർച്ചയായിട്ടും നമ്മൾ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് ആ ജോലി സത്യസന്ധമായി ചെയ്തു എന്നതിൻ്റെ പേരിൽ നമ്മൾ പീഡിപ്പിക്കപ്പെടാനും അപമാനിപ്പിക്കപ്പെടാനും ഇടവരരുത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നത്. അത് ഇനി കൂടുതൽ ശക്തമായി എല്ലായിടത്തും നടപ്പാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ടി.പി. സെൻകുമാറിനെ പോലീസ് മേധാവിയായി വീണ്ടും നിയമിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ട് നിമിഷങ്ങൾക്കകം പഴയ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ മാധ്യമങ്ങളുടെ ക്യാമറകൾ എത്തുമ്പോൾ അണികൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രതികരണമുണ്ട്. ടി.പി. ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയതിൽ പങ്കുള്ള CPM-കാരായ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നതിൻ്റെ പകയായിട്ടാണ് സെൻകുമാറിനെ മാറ്റിയതെന്നും അതിന് സുപ്രീം കോടതി പിണറായി വിജയന് നൽകിയ തിരിച്ചടിയാണ് സെൻകുമാറിനെ തന്നെ വീണ്ടും DGP-ആക്കിയേക്ക് എന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടത് എന്നുമുള്ള കത്തുന്ന ഉത്തരമാണ് ഉമ്മൻചാണ്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുക. പക്ഷേ കിട്ടുന്ന പ്രതികരണം ദാ ഇങ്ങനെ. ഏത് സാഹചര്യത്തിലാണ് ഗവൺമെൻറ് അദ്ദേഹത്തിനെതിരെ ഒരു നിലപാടെടുത്തത് എന്നെനിക്കറിയില്ല. ഗവൺമെൻറ്റുകൾക്ക് ഉദ്യോഗസ്ഥന്മാരെ മാറ്റുന്നതിന് സ്വാതന്ത്ര്യമുണ്ട്. ആ ഒരു നിലയിൽ മാത്രമേ അദ്ദേഹത്തെ മാറ്റിയപ്പം കണ്ടുള്ളൂ. പദവികളൊന്നുമില്ലാതെ മുൻ മുഖ്യമന്ത്രിയായി മാത്രം ഇങ്ങനെ ജീവിച്ചു പോവുകയും വീണ്ടും മുഖ്യമന്ത്രി പദവിയല്ലാതെ മറ്റൊന്നും ലക്ഷ്യം വെക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇനിയും 4 വർഷം ബാക്കിയുണ്ടല്ലോ എന്ന അലസത കൊണ്ടാണോ ഇങ്ങനെ നനഞ്ഞ ഉത്തരം പറയാൻ ആഞ്ഞടിക്കേണ്ട ദിവസം ഉമ്മൻചാണ്ടിയെ പ്രേരിപ്പിച്ചത്? അതൊക്കെ നമ്മുടെ ഹരിമുരളീരവൻ തന്നെ അച്ഛനോളമില്ലെങ്കിലും അളന്നു മുറിച്ച കൃത്യമായ ഉത്തരത്തിൻ്റെ അസ്ത്രങ്ങളുമായി തയ്യാർ. ടി.പി. ചന്ദ്രശേഖരനെ കൊന്ന കേസിലെ പ്രതികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന വൈരാഗ്യമാണ് പിണറായി വിജയന് വ്യക്തിപരമായിട്ട് സെൻകുമാറിനോടുള്ളത്. അല്ലെങ്കിൽ മെയ് മാസം 25-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്തൊരു മുഖ്യമന്ത്രി, അത് മുൻകാല ആകെ 2 വർഷമാണ് മന്ത്രി എന്നുള്ള ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിന്. കാരണം അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട വന്നപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രതിപക്ഷത്തായിരുന്നു. 70-ലും 77-ലും 91-ലൊക്കെ അദ്ദേഹം നിയമസഭാംഗമായപ്പോൾ അദ്ദേഹം പ്രതിപക്ഷത്താണിരുന്നത്. ഒരു ഭരണകക്ഷി എന്നൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് 96-98 കാലത്താണ്. അങ്ങനെ പരിമിതമായി മാത്രം പാർലമെൻ്ററി, അതായത് ഭരണരംഗത്ത് പരിചയമുള്ളൊരു വ്യക്തിക്ക് എങ്ങനെയാണ് 5 ദിവസം കൊണ്ട് ഒരു DGP-ൻ്റെ പ്രവർത്തനത്തിനെ വിലയിരുത്താൻ കഴിയുക? പറഞ്ഞ കാരണം ജിഷയുടെ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തില്ല എന്നാണ്. ജിഷയുടെ കൊന്ന കേസിലെ പ്രതി ആസാംകാരനാണ്. ഒരു ആസാംകാരനെയാണ് ഇപ്പോൾ പിടിച്ചിട്ടുള്ളത്. ആസാംകാരനെ രക്ഷിക്കേണ്ട ബാധ്യത ആർക്കുള്ളത്? ഇവിടെ ഒരു ആസാമുകാരനായിട്ടുള്ള നാട്ടിൽ അലഞ്ഞു തിരിക്കുന്ന ഒരു നാടോടിയാണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ് ഇപ്പോൾ പറയുന്നത്. ആ ആസാംകാരനെ രക്ഷിക്കേണ്ട ആവശ്യം എന്താ? ആർക്കായാലും താല്പര്യമുള്ളത്? അപ്പോൾ അതുകൊണ്ട് അതൊരു മറയാണ്. തൻ്റെ തീരുമാനം നടപ്പാക്കുന്നതിനൊരു മറയാണ് ജിഷാവധത്തിന് മുഖ്യമന്ത്രി പ്രതിപാദിച്ചത്. ഞാൻ ഈ സർക്കാർ വന്നതിന് ശേഷം ആദ്യമായിട്ട് അടിയന്തര പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോഴും ഞാൻ ഈ സെൻകുമാറിൻ്റെ വിഷയം പറഞ്ഞു. 2 തവണ അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോഴും ഞാൻ സെൻകുമാറിൻ്റെ വിഷയം പറഞ്ഞു. ആദ്യത്തെ ചർച്ചയുടെ മറുപടിയിൽ ഈ സെൻകുമാറിൻ്റെ വിഷയം പറഞ്ഞു. രണ്ടാമതാണ് വെടിക്കെട്ട് അപകടത്തിൻ്റെ കാര്യം പറഞ്ഞു. ഓരോ തവണ മുഖ്യമന്ത്രി ഓരോന്ന് പറയാം. പിന്നെ വെടിക്കെട്ട് അപകടം നടന്നത് ഏപ്രിൽ മാസത്തിലാണ്.
മെയ്യിലാണ് ഗവൺമെൻറ് വരുന്നത്. ഒരു മാസം കൊണ്ട് ഒരു പ്രവർത്തനം നടന്നില്ല എന്ന് എങ്ങനെ മുഖ്യമന്ത്രി തീരുമാനിച്ചു? 5 ദിവസം കൊണ്ട് ഒരു സംഭാഷണം നടത്താൻ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുമായിട്ട് സംഭാഷണം നടത്താൻ സമയം കിട്ടിയോ? അപ്പോൾ ഇതാ മറ്റേ വൈരാഗ്യമാണ്. ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്ന കേസിലെ പല പ്രതികളും പിണറായി വിജയന് വളരെ വേണ്ടപ്പെട്ടവരായതുകൊണ്ട് മുഖ്യമന്ത്രി അന്ന് തന്നെ അദ്ദേഹം തീരുമാനിച്ചിരുന്നു സെൻകുമാറിനെ മാറ്റാൻ. അതിന് സുപ്രീം കോർട്ട് നൽകിയ വിധി സത്യത്തിൽ പിണറായി വിജയൻ്റെ കരണക്കുറ്റിക്കേറ്റ ഒരടിയാണ്. 1ാം പിറന്നാൾ സമ്മാനം സുപ്രീം കോർട്ടിൻ്റെ കയ്യിൽ നിന്ന് കരണക്കുറ്റിക്ക് കിട്ടിയതാണ് ഈ പിറന്നാളിന് ഏറ്റവും വലിയ സമ്മാനം. ഈ അളന്നു മുറിച്ച ഉത്തരങ്ങളുടെ അസ്ത്രവുമായി ഇന്നത്തെ ഡെമോക്രസി പൂർണ്ണമാവുന്നു. നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടെങ്കിൽ നാളെ വീണ്ടും കാണാം. നമസ്കാരം.